പാലാ നഗരസഭയിൽ ചെയർപേഴ്സണെ വലിച്ച് താഴെയിട്ടിരിക്കുകയാണ് അവിശ്വാസത്തിലൂടെ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ. മുനിസിപ്പൽ ചെയർപേഴ്സൺ. അതുപോലെ തന്നെ അവിശ്വാസത്തിൻ്റെ ഒരു പരമ്പര ഇതോടുകൂടി തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയിപ്പോൾ അങ്ങോട്ട് അവിശ്വാസങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കമ്പനി പഴശ്ശിയുടെ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിന് ആദ്യത്തേത് തുടങ്ങിയിരിക്കുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ പാലാ നഗരസഭയിൽ നിന്ന്. മാത്രമല്ല, അതിൽ 22 വയസ്സുള്ള ഈ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയി എന്നുള്ള മാത്രമല്ല, ആ കുട്ടിയുടെ കുടുംബാംഗങ്ങളും അച്ഛനും സഹോദരനും എല്ലാവരും കൂട്ടത്തോടുകൂടി വരികയും അവരുടെ ശക്തിക ചേരിയായി നിന്നുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു ആണ്. കാരണം 3 പേര് മത്സരിക്കുന്നു, 3 പേരും സ്വതന്ത്രരായിട്ട് മത്സരിച്ച് ജയിക്കുന്നു. ഈ നഗരസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതെ വരുന്നു. ഒടുവിൽ കോൺഗ്രസും ഘടകകക്ഷികളും എല്ലാം കൂടെ ചേർന്ന് ഇവരെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് ഈ പെൺകുട്ടിയെ ചെയർപേഴ്സൺ, അതായത് കാരണം ഇത് സ്ത്രീ സംവരണമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് ഇവർ കോൺഗ്രസ് ഭരണം പിടിക്കുന്നു. എന്നാൽ ഇതേ കോൺഗ്രസിലെ തന്നെ 4 കൗൺസിലർമാർ മാറി വോട്ട് ചെയ്താണ് ഇപ്പോൾ ഈ സമരം, ഈ ഭരണം താഴെ വിപ്പ് ലംഘിച്ച. കാരണം 6 അംഗങ്ങളാണ് ആകെ കോൺഗ്രസിനെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതിൽ ഈ 4 പേര് മാറിക്കഴിയുമ്പോൾ ഭൂരിപക്ഷവും മാറിയില്ലേ. അപ്പോൾ പക്ഷേ വിപ്പ് ലംഘനത്തിന് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് രീതി, അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പുണ്ട്. അത് നമുക്കറിയാം, ഇതുപോലെ ഒരുപാട് യുവാക്കൾ അധ്യക്ഷ സ്ഥാനത്ത് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ ജില്ലക്കാരിയായിരുന്നു, അരുവാപ്പുലം പഞ്ചായത്ത്. രേഷ്മ മറിയം റോയ് എന്ന് പറഞ്ഞ് DYFI എന്ന് പോലും പറയാൻ പറ്റില്ല, SFIയിൽ നിന്ന് ഡയറക്റ്റ് വന്നയാളാണ്. അപ്പോൾ CPI അവിടെ പക്ഷേ വേറൊരു കുഴപ്പമുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാർട്ടിയുടെ ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന വേറെ ആൾക്കാർ ഉണ്ടായിരുന്നു പ്രസിഡന്റ് ആകാൻ. തർക്കമായി കാണും അല്ലേ? ഒന്നുമില്ല, അത് എന്താ പറയുന്നത്, അത് CPM ഒരു സംസ്ഥാന തലത്തിലുള്ള തീരുമാനത്തിന്റെ ഭാഗം. അങ്ങനെയാണല്ലോ ആര്യ രാജേന്ദ്രൻ ഇവിടെ മേയറാകും. അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ മേയറായി. അതുപോലെ തന്നെ നമ്മുടെ കടമ്പനാട് പഞ്ചായത്ത് എന്ന് പറയുന്ന അടൂർ താലൂക്കിൽ കടമ്പനാട് പഞ്ചായത്തിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവിടുത്തെ മുതിർന്ന നേതാക്കളെയൊക്കെ, അത് പിന്നെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിരുന്നു, അത് വെട്ടി നിരത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അത് പക്ഷേ ഈ പറയുന്ന ഇതുകൊണ്ടൊന്നുമല്ല. അവിടെ അർഹയായിട്ടുള്ള CPM മുതിർന്ന വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു, വനിത തന്നെ ഉണ്ടായിരുന്നു. അവർക്കിത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ പുതുമുഖം എന്നുള്ള നിലയിൽ, യൂത്ത് എന്നുള്ള നിലയിൽ ഒരു യുവതിയെ കൊണ്ട് വയ്ക്കുന്നു. പക്ഷെ അത് പിന്നീട് വലിയ വിവാദങ്ങളായി മാറുന്നു. ആകെപ്പാടെ കടമ്പനാട് പഞ്ചായത്ത് പ്രശ്നങ്ങളും ഒരുപാടുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത്തവണ ഈ ദിയ പുളിക്കക്കണ്ടത്തിൻ്റെ സ്ഥാനലബ്ധി. അതെന്ന് പറയുന്നത് എന്താ, നമ്മൾ പെട്ടെന്ന് ഒരു ലോട്ടറി അടിച്ചിട്ട് പാപ്പരായി പോയ പോലെ ആയിപ്പോയി. അതെ, അതാണ് കറക്റ്റ്. കാര്യം ഇതൊരു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ വലിയ പദവിയാണ്. അതെ, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കും. ബെമ്പർ ലോട്ടറി അടിച്ചു. ഇപ്പോൾ ഈ കോൺഗ്രസിലെ കൗൺസിലർമാരും ഇവരും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് 26 കൗൺസിലർമാരാണ് ശരിക്കും ഈ ഭരണസമിതിയിലുള്ള 26 സീറ്റാണ്. അല്ല, മാത്രമല്ല ഈ പാലായെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം മാണി സാറിൻ്റെ ഒരു ലെഗസി ഉള്ള സ്ഥലമാണ്. അതെ, അവിടെ ഇത്തവണ കേരള നിയമസഭയിൽ വേള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരു സീറ്റ് പോലും ഇല്ല. ജോസ് കെ മാണി വരെ തോറ്റു. അതെ, ഇവിടെ വേറെ പിടിച്ചു UDF. ഈ നഗരസഭയിൽ ജേക്കബിന് സീറ്റുണ്ട്, അതുപോലെ ജോസഫിന് സീറ്റുണ്ട്, അതുപോലെ മാണി സി കാപ്പനും ഒരു സീറ്റുണ്ട്. ഇതിന് പുറമെ ഇവരുടെ ഈ ഭരണസമിതിയിൽ ഈ സ്വതന്ത്ര മുന്നണിയാണ്. ഇതിൻ്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നതും സ്വതന്ത്രമായിട്ട് ജയിച്ച ഒരാളാണ്, വിമതയായിട്ട് ജയിച്ച ഒരാളാണ്. അങ്ങനെയാണ് ഇവർ ഈ 4 പേരും, ഈ 3 സ്വതന്ത്ര ഒരു കുടുംബത്തിൽ നിന്ന് ഈ 4ാമത്തെ ആരും അങ്ങനെ ചേർന്ന് ഈ 4 പേരും ചേർന്ന് ഒരു കുറുമുന്നണി ഉണ്ടാക്കിയതിന് ശേഷം ആ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഭരണം ഇവർ പിടിച്ചത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 87 നാരായണ മിനിസ്റ്റർ കാലത്താണോ സംശയമുണ്ട്. ഈ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ഏതാണ്ട് സമാനമായ സംഭവമാണ്. അവസാനം അടിയായി വലിയ പ്രശ്നമൊക്കെ. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളൊന്നും അത് പഠിക്കുകയാണല്ലോ, അന്ന് ഈ പത്രത്തിൽ ഫോട്ടോ ഒന്നും ഓർമ്മയുണ്ട്. ഇവർ കീറിയ ഉടുപ്പൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്താൻ വന്നത്, കോളേജ് യൂണിയൻ ഇലക്ഷൻ അതുപോലെ വന്നൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് CPM തന്നെയാണ് CPM ഭരണത്തിരിക്കുമ്പോൾ അവർക്ക് അറിയാലോ, അവർക്ക് ചെയ്യാൻ പറയാം. പിന്നീട് കോൺഗ്രസിന് മുനിസിപ്പാലിറ്റി ഭരണം കിട്ടിയിരുന്നു. വീണ്ടും ഇടതുപക്ഷത്തിന് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഫലത്തിൽ ഇത് UDF ഭരിക്കുന്നു എന്നാണ്, പാലാ നഗരസഭ ഭരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ ഈ ഭരണം താഴെ പോകാൻ സമ്മതിക്കരുത് എന്ന് ഒരു ആവശ്യം ഉന്നയിച്ചു. പാല എന്നുള്ളതാണ്, അത് മറ്റു സ്ഥലങ്ങളെ പോലെ അല്ല. അതെ, പാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാല എന്ന് പറയുമ്പോൾ KM മാണി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലോടിയത്. പക്ഷെ KM മാണിയുടെ മരണത്തോടുകൂടി ആ പാല എന്നല്ല, കോട്ടയം ജില്ല ഒട്ടാകെ, തൊട്ടടുത്ത പത്തനംതിട്ട, ഇടുക്കി മൊത്തം
തോറ്റ് തുന്നം പാടിപ്പോകുന്ന ഒരവസ്ഥയാണ് വന്നത്. കഴിഞ്ഞ തവണ ഭരണത്തിൽ വന്ന് മന്ത്രിമാരൊക്കെ ആയി എന്നുള്ളത് സത്യമാണ്. അത് അന്നേരം എടുത്തൊരു തീരുമാനം. പക്ഷേ ഇക്കുറി മാണി ഗ്രൂപ്പ് കോൺഗ്രസിലേക്ക് UDF-ലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നു. അത് റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം അത് വെട്ടി മാറ്റിയത്. ഇനി ആ പടം രാജ്യസഭാ അംഗം മാത്രമേ ഉള്ളൂ. ജോസ് കെ മാണി രാജ്യസഭാ അംഗമാണ്. അത് രാജിവെക്കാഞ്ഞത് ഭാഗ്യമായി. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്ത് മറുപടി പറയാൻ സാധിക്കും? കാരണം കോൺഗ്രസ് 6 സീറ്റുള്ള കോൺഗ്രസ്, ഈ കോൺഗ്രസിന് ഇവിടെ ഈ ഭരണം നഷ്ടമാകുന്നതോടെ UDF-ന്റെ ഭരണമാണ് ശരിക്കും നഷ്ടമായിരിക്കുന്നത്. ഇനി അവിടെ ആര് ഭരിക്കുമെന്നുള്ളതാണ് അടുത്ത് പ്രസക്തമാണ്. മാത്രമല്ല 4 പേര് വിപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് അവിടുത്തെ DCC ഒക്കെ അക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലയോ? അവർ കൃത്യമായിട്ട് അത് നിരീക്ഷിച്ചില്ല, ഇവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നും ആർക്കും അറിയില്ല. വിപ്പ് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും ചർച്ചയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു KPC പ്രസിഡന്റോ നേതൃത്വം ഇല്ലാത്തത് ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണത്. ഇത് ഒരു KPC പ്രസിഡന്റ്, ശക്തനായ KPC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പാലാ പോലുള്ള ഒരു സ്ഥലത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു ഭരണ പ്രതിസന്ധി വരുമ്പോൾ അവർ ഇടപെട്ട് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കൂടെ? തർക്കമൊക്കെ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊക്കെ കാണും. കാരണം ഈ ബിജു പുളിക്ക കണ്ടോ അതിന് സഹോദരൻ്റെ മകളൊക്കെ തന്നെ കോൺഗ്രസ് അംഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശയഭിന്നതയെ കാണും. അത് ഇടപെട്ട് പരിഹരിക്കണം. ആരും പരിഹരിക്കുക? KPC പ്രധാനപ്പെട്ട ഭാരകളെല്ലാം മന്ത്രിമാരുമായി. അല്ല, ഇതിപ്പം എന്താണ് ഡിസംബറിലല്ലേ ഒരു അധികാരത്തിൽ ഏൽക്കുന്നത്? ഡിസംബറിൽ ആണ് ഒരു അധികാരം ഏൽക്കുന്നത്. അപ്പോൾ എത്ര മാസമായി? 8 മാസമേ ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഭരണത്തിലേറിയിട്ട് 8 മാസം കഷ്ടിച്ചാകുന്നതേ ഉള്ളൂ. അതിനോടകം തന്നെ ഭരണം നഷ്ടപ്പെടുത്തുക. അത് മാത്രമല്ല, സംസ്ഥാനം UDF ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ UDF-ന്റെ ബാനറിൽ ഒരു നഗരസഭ ഭരിക്കുമ്പോൾ ആ ഒരു ഭരണം ഭരിച്ച് താഴെയിട്ടത് വലിയ ഒരു പ്രശ്നമാണ്. എന്താണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് ആരോട് വിശദീകരണം ചോദിക്കാൻ? ഇവിടെ KPCക്ക് സ്ഥിരം പ്രസിഡന്റ് പോലും ഇല്ല. DCC വിശദീകരണം ചോദിക്കണ്ടല്ലോ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. DCC പ്രസിഡന്റ് അവിടുത്തെ DCC പ്രസിഡന്റ് ഇപ്പോൾ MLA ആണ്. അതെ, ഏറ്റവും ഒരു MLA ആണ്. അതെ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 4 കൗൺസിലർമാരാണ് ഇതിൽ പിന്തുണച്ചിരിക്കുന്നത്. ഒരു സ്വതന്ത്ര ഒരു വിമതയായിട്ട് വന്ന വിമത എന്ന് പറയുന്ന വൈസ് ചെയർമാനാണ്. ഇത് ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇവർ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തത്. റിയ ചീരാങ്കുഴിയും സെബാസ്റ്റ്യൻ പനക്കലും ഹാജരായിട്ടില്ല. അവരാണ് അടുത്ത 2 കോൺഗ്രസ് അംഗങ്ങൾ. 6 പേരാണ് മൊത്തം. കേരള കോൺഗ്രസിൻ്റെ 3 അംഗങ്ങൾ അവരും വിട്ടുനിന്നു. സോണിയ ചിറ്റേട്ട്, ബിജു വരിക്കാനി, സിജി ടോണി. മാണി സി കാപ്പൻ്റെ പാർട്ടിയായ KDP-യിലെ പ്രിൻസി സണ്ണിയും വിട്ടു. കൂടുതൽ സ്ത്രീകളാണെന്നോണല്ലേ? അതെ. അപ്പോൾ ഇതിനകത്ത് 17 വോട്ട് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ കിട്ടി. അതിൽ 12 വോട്ടാണ് LDF-നുള്ളത്. പിന്നെ ഈ 4ഉം 5 ഈ പറയുന്ന വൈസ് ചെയർപേഴ്സണാണ് മായ രാഹുൽ, അവരും പിന്തുണച്ചു. അങ്ങനെയാണ് 17 വോട്ട് കിട്ടിയത്. 14 വോട്ട് മതിയായിരുന്നു ഇത് പാസ്സാകാൻ. 12 എണ്ണം നേരത്തെ LDF-നുണ്ട്. അപ്പോൾ തന്നെ അവർക്കറിയാം 2 പേരെ കൂടെ പിടിച്ചാൽ ഇത് ഇളക്കാം. അവരത് കോൺഗ്രസിൽ നിന്ന് തന്നെ പിടിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. LDF-ന്റെ ഒരു അവിശുദ്ധ കോൺഗ്രസ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ അവിടെ രൂപം കൊണ്ടു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വിചിത്രമായിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷത്തോടെ ഭരണം കിട്ടി വരികയും കേരളത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവർക്ക് അധികാരം പിടിക്കാനൊക്കെ കഴിഞ്ഞു. അപ്രതീക്ഷിതമായി കൊല്ലത്ത് അവർക്ക് കിട്ടിയിരുന്നു. കണ്ണൂർ നേരത്തെ അവരുടെ കയ്യിലിരുന്ന്, തൃശ്ശൂർ പിടിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഒന്നാണ് പാലാ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ്. എനിക്കൊന്നും ഒരു A ക്ലാസ് പദവികളായിരിക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അധികാരം നഷ്ടപ്പെട്ടിട്ട് ഇവർ ഇടപെട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അത് മാത്രമല്ല, ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ചെയർപേഴ്സൺ ആയിരുന്നു. അതെ. കാരണം ഇന്ത്യ ഒട്ടാകെ ഇതായി 22 വയസ്സല്ലേ, 22ാമത്തെ വയസ്സിലാണ് ചെയർപേഴ്സൺ ആകുന്നത്. അത് നഗരസഭകളിൽ അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ പ്രായം തന്നെയാണ്. എന്താണെങ്കിലും ഈ പറഞ്ഞ ഇതിൻ്റെ പേരിൽ ഇനി അവിടെ വലിയ വിഷയങ്ങളുണ്ടാകും. ഇനിയുള്ള കാര്യം, ഈ 4 പേരിൽ ആരെയെങ്കിലും ഇവർ ചെയർപേഴ്സൺ ആക്കും. വനിതാ സംവരണമാണല്ലോ. ഇനി ഒരു കാര്യം കൊണ്ടുണ്ടാകും. ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ടുണ്ട് മായ രാഹുൽ എന്ന് പറയുന്ന സ്വതന്ത്ര. അവരെ ചിലപ്പോൾ ചെയർപേഴ്സൺ ആക്കും. അവരെ ചെയർപേഴ്സൺ എന്നിട്ട് ഇതിനാൽ ഈ 4 പേര് വന്നതിൽ ഒരാളെ വൈസ് ചെയർപേഴ്സൺ ആക്കുമോ, അല്ലെങ്കിൽ ഈ 4 പേര് വന്നവർ മാറി നിൽക്കുകയും LDF-ൽ നിന്ന് ഒരാൾ വൈസ് ചെയർപേഴ്സൺ ആവുകയോ ചെയർപേഴ്സൺ ആവുകയോ ചെയ്ത് അങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം നിലവിൽ കോൺഗ്രസ് ഈ വിപ്പ് ലംഘിച്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ വിപ്പ് ലംഘനം കാര്യമായിട്ട് കാണുകയാണെങ്കിൽ കോൺഗ്രസ് പരാതി കൊടുത്താൽ ഈ 4 പേരുടെ അംഗത്വം റദ്ദാക്കപ്പെടും, അവർ അയോഗ്യരാക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ 6 പേരിൽ 4 പേര് മാറിയ സ്ഥിതിക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? പഞ്ചായത്ത് രാജ് ചട്ടം അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഈ 4 പേര് മാറിയത് കൊണ്ട്
അവരുടെ അംഗത്വം റദ്ദാക്കപ്പെടാനോ അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കാനോ സാധ്യത കുറവാണ്. CPM ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് അന്വേഷിച്ച് നോക്കിയിട്ട് അവരെ പരിപാടിക്ക് ഇറങ്ങുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ CPM പതുക്കെ പണി തുടങ്ങി എന്നുള്ളതാണ്. CPM അവിടെ സീറ്റ് ഉള്ളിൽ കാണിക്കുകയാണോ? CPM അതിന്റെ കൃത്യമായിട്ടുള്ള സ്പ്ലിറ്റഡ് എണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ശരി, പണി പലയിടത്തുനിന്നും തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഉദ്ഘാടനമാണ്. ഈ കേരളം ഒട്ടാകെ കാണാൻ പോകുന്ന ഒരു നാടകത്തിന്റെ ബാക്കി മാത്രമാണ്. ഇനിയും കോൺഗ്രസ്സുകാർ അപ്പുറത്ത് ചാടി ചെയർമാനും പ്രസിഡന്റും ചെയർപേഴ്സണും ഒക്കെ ആകുന്നത് കാണാൻ സാധിക്കും. ഈ കുതിരക്കച്ചവടം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. അല്ലാത്തടത്തൊക്കെ നമ്മൾ കുതിരക്കച്ചവടം കേട്ടിട്ടേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിൽ. പക്ഷെ ഇവിടെയാണ് ഇനി നടക്കാൻ പോകുന്നത്.